സാധി ഇതിന്റെ പേഴ്സ് ഉണ്ടാ? ഞാൻ കണ്ടിട്ടില്ല. അവിടെ എവിടെയെങ്കിലും ഒക്കെ ഉണ്ടാവും. എന്താണ് എനിക്ക് ഇത്ര ചൂട്? ആ ചൂടൊക്കെ ഉണ്ടാവും. എത്ര കാലായി ഒരു കാര്യം പറയണ്? എന്താണ് കാര്യം? ഒന്നും അറിയാത്ത പോലെ സംസാരിക്കരുതിട്ടോ നിങ്ങള്. എന്റെ ഒന്ന് സാധി എന്നെ കൊണ്ട് അധികം പറയിപ്പിക്കാണ്ട നിങ്ങള്. ആ റംലാന്റെ വീട് പണിയൊക്കെ നമ്മളെ വീട് പണിന്റെ ശേഷം തുടങ്ങിയതാ. അപ്പൊ അവരെ കുടിരിക്കലും കഴിഞ്ഞ് താമസമായി എല്ലാം കഴിഞ്ഞ് നമ്മളിപ്പോഴും ഈ വാടക വീട്ടിൽ എന്ന് തീരാനാണ്. പണി കഴിയാത്തൊരു വീട്ടിലേക്ക് പോകണം, അത് പണി കഴിഞ്ഞ് നല്ലൊരു വീട്ടിലേക്ക് എനിക്ക് പോകണം. അയ്യോ പറയും ഒന്ന് വെയിറ്റ് ചെയ്യ്. എത്രയാണ് എന്നോട് പറയണേ? ഓ അതുകൊണ്ട് കേൾക്കുമ്പോഴാണ് നിങ്ങൾക്ക് നിങ്ങളെ കമ്പനിക്കാരെ കൂടെ ടൂർ പോവാനോ അവിടെ പോവാനോ ഇവിടെ പോവാനോ ഒക്കെ ആ പൈസ ഉണ്ട്. ആ പെരപ്പണിക്ക് മാത്രം നിങ്ങളടുത്ത് പൈസ ഇല്ല. നന്നായി, ആൾക്കാർ കേൾക്കണ്ട. എന്തായാലും കാലാകാലം ഇതിന്റെ ഉള്ളിൽ തന്നെ കിടക്കാം. ഓ നല്ല നിന്റെ പൊന്ന് സാധ്യേ ഇതൊന്ന് അടങ്ങ്. ഞാൻ തന്നെ എത്രയും കാലമായിട്ട് ആ വീട് പണി നോക്കിയിരുന്നു. അല്ല ഒന്നല്ലല്ലോ. അങ്ങനെയല്ല, നിങ്ങളൊന്നും ചെയ്തിട്ടില്ല എന്നല്ല പറയണത്. ഇപ്പൊ ഏതായാലും ഇത്രയായില്ലേ, നാട്ടുകാരൊക്കെ ചോദിച്ചു തുടങ്ങിയേക്കണേ നമ്മൾ ഈ വാടക വീട്ടില്. ആൾക്കാരെ ബോധിപ്പിക്കാൻ ഇങ്ങനെ നടന്നോ ട്ടാ. എനിക്കറിയാം എന്താ ചെയ്യേണ്ടതെന്നുള്ളത്. ഇത്ര നേരെ ഈ ചെങ്ങാനെ വിളിക്കും. എവിടെ പോയി എടുക്കണോ? എവിടെയെന്ന് ചെങ്ങ എത്ര നേരായി ഞാൻ വിളിക്കുന്നു ഫോണില്. ജിമ്മൂടി തുടങ്ങല്ല ഞാൻ, അല്ലെങ്കിൽ ആകെ ടെൻഷനിലാണ്. വെറുതെ എന്താ എന്റെ പ്രശ്നങ്ങൾ പറയും. അല്ലടാ, വീട്ടിലാകെ സീനാണ്. മോൾക്കാണെങ്കിൽ കാര്യം പറഞ്ഞാൽ മനസ്സിലാവണില്ല. എനക്കറിയാലോ എന്റെ വീട് പണിയൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ വീട്ടിൽ ചെന്നാ തുടങ്ങും കിടി 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 കിടി. ഞാൻ എന്ത് ചെയ്യാനാണ്? നമുക്ക് ഇരുന്ന് സംസാരിക്കാം, അതാ നല്ലത്. അപ്പൊ ജോലിക്കോണ്ടേ? ജോലിക്കൊക്കെ പിന്നെ പോടോ, നീ വാ. അതല്ലടാ, വീട്ടിലാകെ സീനാണ്. മോൾക്കാണെങ്കിൽ ഒന്ന് പറഞ്ഞിട്ട് മനസ്സിലാവണില്ല. നമുക്കൊരു വീട് വയ്ക്കുമ്പോൾ നമ്മളതായിട്ടുള്ള സ്വപ്നങ്ങളുണ്ടാവില്ല, ഒരു കോൺസെപ്റ്റ് ഉണ്ടാവില്ല നമുക്ക്. ഓൾക്കത് പറഞ്ഞിട്ട് മനസ്സിലാവണം. ഓൾക്ക് എങ്ങനെങ്കിലും തട്ടി കൂട്ടിട്ട് ഒരു വീട് വെച്ചാക്കി നിൽക്കണം എന്നാണ് താല്പര്യം. ടൈലിന്റെ പണിയൊക്കെ കഴിഞ്ഞ് ഇനി ലൈറ്റ് മാത്രമേ ഉള്ളൂ വെക്കാൻ. ഞാനാണെങ്കിൽ ഒരു നല്ല ഷോപ്പ് കിട്ടാൻ തെരഞ്ഞു നടക്കുകയാണ്. നമുക്ക് പൈസക്ക് ബുദ്ധിമുട്ടുള്ള കാര്യമൊക്കെ അറിയാം. അണക്കെ നല്ല ലൈറ്റിന്റെ കളക്ഷനും അതുപോലെ EMI ഓപ്ഷനുള്ള ഒരു ഷോപ്പ് ഞാൻ പരിചയപ്പെടുത്തി തരാം. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ ആ ലൈറ്റിന്റെ ഷോറൂം. ഒരു വീടിന് ആവശ്യമായ എല്ലാവിധ ലൈറ്റ്സും നിങ്ങൾക്ക് ഇവിടെ ലഭ്യമാണ്. കുറഞ്ഞ ചെലവിൽ ക്വാളിറ്റിയോട് കൂടിയ ലൈറ്റുകൾ നിങ്ങൾക്ക് ഇവിടെ നിന്ന് പർച്ചേസ് ചെയ്യാവുന്നതാണ്. കസ്റ്റമേഴ്സിനായി EMI സൗകര്യവും ഇവിടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്, അതും ഇൻട്രസ്റ്റ് ഒന്നും കൂടാതെ. ലൈറ്റിനായി ഇനി വേറെ ഷോറൂം ഒന്നും തിരഞ്ഞു നടക്കേണ്ട, നേരെ സിൽവാനിലോട്ട് പോരും.